സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ കഴിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇത് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അന്ന് പുളിയച്ചാറെന്ന് പറഞ്ഞ് നമുക്ക് ആ ഒരു പേരിൽ കടകളിലൊക്കെ കിട്ടുന്ന ഒരു സാധനമായിരുന്നത്. ഇത് കണ്ടോ, അതിനകത്ത് ചെറിയൊരു അരിയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നത് പുളിയായിരിക്കും അച്ചാറിട്ടിരിക്കുന്നതെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് പുളിയല്ല, ഈ ഒരു സാധനമാണ് ഇത്. ഇതിൻ്റെ ഒരു ചെറിയ ടൈപ്പ് ഉണ്ട്, എലന്തപ്പഴം. അതാണ് ഒറിജിനലായിട്ട് അത് വരുന്നത്. അപ്പോൾ എലന്തപ്പഴം കിട്ടാനില്ലാത്തതുകൊണ്ട് ഇത് അതിൻ്റെ തന്നെ വലിയ ടൈപ്പിലുള്ള സാധനമാണ് ബേറ്. അപ്പോൾ ഈ ബേറ് കൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. അപ്പോൾ ഈ ബേറ് ഞാൻ റിലയൻസിൻ്റെ മാളിൽ നിന്ന് വാങ്ങിച്ചതാണ്. 79 രൂപ 1 കിലോയ്ക്ക്. അപ്പോൾ ബേറ് വാങ്ങിച്ച്, അപ്പോൾ ഈ ബേറ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിനകത്ത് ഒരു ചെറിയ കഷ്ണം പുളിയും ഒരു ശകലം ചെറിയൊരു മുളക് പീസും ഉണ്ട്. ഉണങ്ങിയ ഒരു ചെറിയൊരു മുളക് പീസും ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ച് മിക്സിയിലൊന്ന് അരച്ചിട്ടേ നമ്മളൊരു ദിവസം വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുത്തേ. അപ്പോൾ ഉണക്കിയതിന് ശേഷം പഞ്ചസാര പാനിയാക്കി അതിനകത്ത് ഒഴിച്ച് വേണ്ട ഈ ടൈപ്പിൽ സാധനമായിട്ടുണ്ട്. അത് നോക്കിയേ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ അന്ന് കഴിച്ചിരിക്കുന്ന ആ ഒരു പുളിയച്ചാറിൻ്റെ ഒരു ടേസ്റ്റാണ്, പുളിമുട്ടായി. അപ്പോൾ അതിൻ്റെ നല്ല ടേസ്റ്റുള്ള ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. പറഞ്ഞ കൂട്ടത്തിൽ തെറ്റിപ്പോയതാണ്. പഞ്ചസാര പാനിയല്ല, ഇത് ശർക്കര പാവ് കാച്ചിട്ട ആ ഒരു പാനിയാണ്. ഇത് ഉണങ്ങിയ ശേഷം ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ആ ഉണങ്ങി അതിനകത്ത് ഒഴിച്ചു കൊടുത്തപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടുന്നത്.